അതങ്ങനെയല്ല വീർപ്പിക്കണേ. ഹായ് ഓൾ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബി. എൻ്റെ ഫസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എൻ്റെ വീഡിയോ കണ്ടവർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ നന്ദി. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സയൻസ് എക്സ്പെരിമെൻറ്റ്സും പിന്നെ കുറച്ച് ലൈഫ് ഹാക്സും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് താമസിക്കാണ്ട് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിന് വേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് HW ഹൈ വോൾട്ട് ബാറ്ററിയാണ് വേണ്ടത്. 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമുക്ക് ആദ്യം വേണ്ടത്. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കത്രിക വേണം. പിന്നെ 9 വോൾട്ട് ബാറ്ററിയുടെ കണക്ടർ വേണം. പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ പ്രധാന ഘടകം. എന്താണെന്ന് വെച്ചാൽ ഇതാണ് IR സെൻസർ. ഇതാണ് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിന് പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ 2 സെറ്റ് വയറ്, പിന്നെ സോൾഡിങ് അയൺ, ലെഡ്. പിന്നെ നമുക്ക് ഒരു LED ബാറാണ് എടുത്തേക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ LED ബാറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ LED ബാറില്ലെങ്കിലും ഒരു LED ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന IR സെൻസർ എടുക്കാം ആദ്യം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് വയർ കണക്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചാൽ വയറിൻ്റെ 2 പീസ് എടുക്കുക. 2 പീസ് എടുത്തിട്ട് ഇതിൻ്റെ 2 ലെഗിലായിട്ട് കണക്ട് ചെയ്യുക. ഇവിടെ നിന്നുള്ള ഈ ഫസ്റ്റ് ലെഗിൽ ഒരു വയറും സെക്കൻഡ് ലെഗിൽ ഒരു വയറുമായിട്ട് ആദ്യം കണക്ട് ചെയ്യുക. സെക്കൻഡ് വയർ സെക്കൻഡ് ലെഗുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ 2 സെറ്റ് വയറാണ് എടുത്ത് വെച്ചിരുന്നത്. അതിനകത്ത് അടുത്ത സെറ്റ് എടുക്കുക. ഈ അടുത്ത സെറ്റ് ഈ സെക്കൻഡ് ലെഗും തേർഡ് ലെഗുമായിട്ട് സോൾഡ് ചെയ്ത് വയ്ക്കുക. നമുക്ക് സെക്കൻഡ് വയർ ലാസ്റ്റിലേക്ക് തേർഡ് ലെഗിലേക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ IR സെൻസറിൻ്റെ കണക്ഷനൊക്കെ ഏകദേശം ഓക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ 9 വോൾട്ട് ബാറ്ററിയുടെ കണക്ടറിന് സെറ്റ് ചെയ്താക്കിയാണ്. ബാറ്ററി കണക്ടർ സെറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ IRൻ്റെ 2 കേബിളായിട്ട് വയറോട് കണക്ട് ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു വെക്കുന്നേ ഉള്ളൂ. സോൾഡർ ചെയ്യണമെങ്കിൽ സോൾഡർ ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു വെക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ ചുവന്ന വയറ് നമ്മുടെ സെക്കൻഡ് ലെഗിലും കറുത്ത വയറ് നമ്മുടെ ഫസ്റ്റ് ലെഗിലും കൂടി കണക്ട് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ ബാക്കി നിൽക്കുന്ന 2 വയറ് LED-ക്കുള്ളതാണ്. അത് LED-യുടെ കണക്ഷൻ പോലെയാണ്. അപ്പോൾ നമുക്ക് LED ഭാഗത്ത് കണക്ട് ചെയ്യാം.
പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കൊടുക്കുക. ശേഷം ബാക്കി നീണ്ടു നിൽക്കുന്ന ഇങ്ങനത്തെ പീസൊക്കെ നമുക്ക് കത്രി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ തട്ടി കൂടി ഷോർട്ടാണ്ട് നമുക്കാണ്. അപ്പോൾ നമ്മുടെ കണക്ഷൻസൊക്കെ ഏകദേശം ഓക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് നമുക്കൊരു സാധനത്തിൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, മനഃപൂർവ്വം പറയാണ്ടിരുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് റിമോട്ടിൻ്റെ ആവശ്യമുണ്ട്. അത് ഏതെങ്കിലും റിമോട്ടായാൽ മതി. ടിവിയുടെയോ IR ട്രാൻസ്മിറ്ററുള്ള ഏതെങ്കിലും ഒരു റിമോട്ട് മതി. നമ്മുടെ സർക്യൂട്ടൊക്കെ ഒന്ന് വർക്കാണോ നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ റിമോട്ട് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ LED ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഏത് റിമോട്ടായാലും ഇത് വർക്കാവുന്നതായിരിക്കും. നമ്മുടെ IR സെൻസറുമായിട്ട് പോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും ഇത് ബ്ലിങ്ക് ചെയ്യുന്നത്. IR സെൻസർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് കടയിൽ 20 രൂപ താഴെ കിട്ടുന്നതാണ് ഈ സാധനം. ജീവിതത്തിൽ ഉപകാരപ്രദമല്ലാന്ന് വിചാരിക്കുന്ന പല സാധനങ്ങളും നമ്മൾ വിചാരിക്കാത്ത കുറച്ച് ഉപയോഗങ്ങളാണ്. അതിലൊന്നാണ് നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് വലിച്ചെറിയുന്ന കുപ്പി, പ്ലാസ്റ്റിക് കുപ്പി. അതിന് മറ്റൊരു ഉപയോഗമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാകുന്നത്. അതുപോലെ നമ്മുടെ ഈ വീഡിയോയുടെ മെയിൻ ഘടകം വെച്ച് കഴിഞ്ഞാൽ കുപ്പി തന്നെയാണ്, ഒഴിഞ്ഞൊരു കുപ്പിയാണ്. പിന്നെ നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് വേണം, പിന്നെ കുറച്ച് ബലൂൺ വേണം, പിന്നെ കട്ട് ചെയ്യാനൊക്കെയായിട്ട് ബ്ലേഡ് വേണം. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ അടപ്പ് ആദ്യം ഒന്ന് തുറക്കാം. തുറന്ന് കഴിഞ്ഞ് അടപ്പിൽ നമുക്കൊരു പരിപാടി ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബ്ലേഡ് എടുക്കുക, അതിൻ്റെ മുകളിൽ മൂച്ചൊന്നില്ലാവുന്നുണ്ട് ചതുരത്തിലൊന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് വെച്ചിട്ട് മാറ്റുക. നമുക്കിവിടെ ഒരു സ്ക്വയർ പോലെ ഒരു ചെറുതിലൊരു ആദ്യം കിട്ടും. ഹോള് നമുക്ക് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഹോളിലേക്ക് നേരത്തെ ഒരു പൊട്ടിപ്പോയ ബലൂൺ ഉണ്ടായിരുന്നു. അതിന് പീസ് നമുക്കിങ്ങനെ ഏകദേശം ചതുരാകൃതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് കറക്റ്റ് ഈ ഹോളിൻ്റെ മേളിൽ വലിച്ചു പിടിക്കുക, മൂടുക. നമ്മളെ ഇൻസുലേഷനെ കൊണ്ട് പണി ഇത് വെച്ചിട്ട് ഈ ടൈറ്റ് പോലെ നമ്മൾ ടൈറ്റായിട്ട് പിടിക്കണം. ശേഷം ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു വായ കിട്ടിയാൽ മതി, മറ്റേ വായ നമുക്ക് നിങ്ങൾ അടച്ച് വേണം. ഒരിക്കലും ലീക്ക് വരാൻ പാടില്ല. നമുക്ക് ഒന്ന് ഉണ്ടോ ഒന്ന് ശരിക്കും നമ്മുടെ അടപ്പിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ക്ലീനായിട്ടുണ്ട്. നമുക്കിതെങ്ങനെ വർക്ക് ചെയ്യണം നോക്കാം. പിന്നെ നമ്മുടെ സോൾഡിങ് ആയതും കൊണ്ട് ഇവിടെ ഒരു ഹോൾ ഇടുക. കുപ്പിയുടെ താഴെയായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്തിനാ വെച്ചാൽ നമ്മുടെ എയർ അകത്തേക്കും കയറാനുള്ളൊരു ഹോൾ വേണം. അതിനാണല്ലോ ഒരു ശേഷം നമ്മൾ ഒരു ബലൂൺ എടുത്തിട്ട് വലിച്ച് പിടിച്ചു വരിക.
വലിച്ചു വെച്ചിട്ട് ഇതിനകത്ത് കയറ്റിയിടുക. എന്നിട്ട് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി ഇതും കൂടി ഒന്ന് ചുറ്റി കൊടുക്കുക. കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കിയാലോ. കാണാൻ പറ്റുന്നുണ്ട് ഇതിലും വീട് വരുന്നത്. ഫ്രണ്ട്സ് കണ്ടോ, ബലൂൺ ഇത്രയും വീർത്തിരിക്കുകയാണ്. പിന്നെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഹോളിലൂടെ എയർ അകത്തേക്ക് കയറിയും നമ്മൾ എയർ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ഹോൾ ക്ലോസ് ചെയ്യുക. അത് ഞെക്കി അമർത്തിയാണ് ബലൂൺ ഫില്ല് ചെയ്യുന്നത്. ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ആവുന്നതാണ്. സിമ്പിൾ വീഡിയോ ആണ് ഇത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സോസിൽ ടൊമാറ്റോ സോസൊക്കെ അതിൻ്റെയൊക്കെ കെച്ചപ്പിൻ്റെയൊക്കെ ഒരു കുപ്പി ഉണ്ടാവും. ആ ടൈപ്പിൽ കുപ്പി ഉണ്ടാക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്കൊരു ഒഴിഞ്ഞൊരു ബോട്ടിൽ സോസിൻ്റെ ബോട്ടിൽ. പിന്നെ വേണ്ടത് സോൾട്ടിങ് ആണ്. അതിപ്പോൾ സോൾട്ടിങ് ആണ് അല്ലെങ്കിൽ ചൂടാക്കി എന്തെങ്കിലും ആണിയാണ് ഇതിൽ വെച്ചാലും മതി. നമുക്ക് അതിലൊക്കെ അത് ട്രൈ ചെയ്ത് കട്ടാക്കണ്ട. നമുക്ക് ഈ കുപ്പിയുടെ അടപ്പ് നൂരാം. പടപ്പിലാണ് നമുക്ക് ഇതുണ്ടാക്കേണ്ടത്. അടപ്പിൻ്റെ ഉള്ളിലേക്ക് ഒരു ഹോൾ ഇടുക. ആദ്യം തന്നെ അപ്പോൾ നമ്മളിവിടെ ഹോൾ ഇട്ടിരുന്നു. അപ്പോൾ ആ ഹോളിൽ നമുക്ക് സോസൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും കയറി വരാൻ വേണമെങ്കിൽ പമ്പിൽ കയറ്റാനായിട്ട് നമുക്കൊരു റീഫില്ലർ അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂബായാലും മതി. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഒഴിഞ്ഞ റീഫില്ലറാണ്. നമ്മളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. നമ്മൾ ഫുഡൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ റീഫില്ലർ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്, മഷിയൊക്കെ പറഞ്ഞാൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കപ്പോൾ ട്യൂബ് വഴി അങ്ങനെ എന്തെങ്കിലും വയ്ക്കുകയൊക്കെ ആയിരിക്കും ഇച്ചിരി നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വേണ്ടിയാണ് നമ്മൾ റീഫില്ലർ എടുക്കുന്നത്. ഈ റീഫില്ലർ എടുത്തിട്ട് ഈ ഹോളിലൂടെ കടത്തി വിടുക. നേരെ ഈ റീഫില്ലർ തുമ്പൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഐറ്റംസൊക്കെ ചാടുമ്പോൾ കറക്റ്റ് ഒരു പോയിൻ്റ് അടിച്ച് ചാടും. അധികം ഇരിക്കുന്നതാവില്ല. ഇപ്പോൾ നമ്മുടെ സോസിൻ്റെ ബോട്ടിൽ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വേണ്ടത്. ഇപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അത് കറക്റ്റായിട്ട് ചാടുന്നത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിതൊക്കെ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.